സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുത്ത് ഖനന മേഖല പൂർണ്ണമായും കേന്ദ്രത്തിന്റെ വരുതിയിലാക്കുന്ന ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞു. കേരളത്തിന്റെ ആഴക്കടൽ തീര ഖനന സാധ്യതകൾ ഉൾപ്പെടെയുള്ളവ സ്വകാര്യ കമ്പനികൾക്ക് കൈയടക്കാൻ വഴിയൊരുക്കുന്നതാണ് ഈ പുതിയ നിയമ ഭേദഗതി എന്നാണ് ആശങ്ക. ഖനനം സംബന്ധിച്ച ഏതു തീരുമാനവും പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാക്കാൻ തക്കവണ്ണം പരുവപ്പെടുത്തിയതാണ് ഈ ബില്ല്. ധാതു സമ്പുഷ്ടമായ കേരള തീരം തന്നെയായിരിക്കും കോർപ്പറേറ്റ് ഭീമന്മാർ ലക്ഷ്യമിടുക എന്ന കാര്യം ഉറപ്പാണ്. ഈ ഒരു പശ്ചാത്തലമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും വിഷയമാക്കുന്നത്. കേരള തീരത്തിന്റെ അധികാരം കേന്ദ്രം കവരുമോ? രാജ്യത്തിന്റെ ധാതു സമ്പത്ത് മുഴുവൻ സ്വകാര്യ കുത്തകകൾക്ക് അടിയറവ് വയ്ക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഖനന നിയന്ത്രണ ബില്ലിലെ ഭേദഗതികൾ. സംസ്ഥാനത്തിൽ നിന്ന് ഖനന നിയന്ത്രണ അധികാരം എടുത്തുമാറ്റാനുള്ള വ്യവസ്ഥകൾ ഈ ബില്ലിലുണ്ട്. സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിൽ ഖനനാനുമതിക്ക് അധിക നികുതിയോ സെസ്സോ ഈടാക്കുന്നതിൽ കർശന നിയന്ത്രണം വന്നേക്കും. ഖനനം സംബന്ധിച്ച ഏതു തീരുമാനവും പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ആഴക്കടൽ ധാതു ഖനനത്തിനായി പാട്ടക്കാലാവധി നീട്ടി നൽകുന്നതടക്കം സ്വകാര്യ ഖനന കമ്പനികൾക്ക് വലിയ ഇളവുകളാണ് ഈ ബില്ല് നൽകുന്നത്. ഖനി ധാതു വികസന നിയന്ത്രണ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ധാതുക്കൾക്കോ അതല്ലെങ്കിൽ ധാതു സമ്പന്നമായ ഭൂമിക്കോ മേൽ നികുതിയോ സെസ്സോ ചുമത്താനാവൂ. സംസ്ഥാനങ്ങൾ ധാതു സമ്പന്നമായ ഭൂമിക്ക് മേൽ നികുതി ഈടാക്കുന്നത് നിക്ഷേപാന്തരീക്ഷത്തെ ബാധിക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. മന്ത്രി ജി കിഷൻ റെഡ്ഡി ലോക്സഭയിൽ അവതരിപ്പിച്ച ഈ ബില്ലിനെതിരെ NK പ്രേമചന്ദ്രൻ MP ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ചർച്ചകൾ തടസ്സപ്പെടുകയായിരുന്നു. മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ടിൽ പുതിയ 9D വകുപ്പ് ഉൾപ്പെടുത്തുന്നതാണ് ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസൃതമായി മാത്രമേ അധിക നികുതിയോ ചുമതലയോ ഏർപ്പെടുത്താൻ കഴിയൂ എന്നും ബില്ല് വ്യക്തമാക്കുന്നുണ്ട്. ഭേദഗതി നിയമം നിലവിൽ വരുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാർ ഈടാക്കിയതോ അതല്ലെങ്കിൽ ഈടാക്കാൻ ബാക്കി ഉണ്ടായിരുന്നതോ ആയ ഇത്തരം നികുതികളും സെസ്സുകളും അസാധുവാകും. ഇതുവരെ പിടിച്ചെടുക്കാത്ത നികുതി കുടിശ്ശികകൾ റദ്ദാക്കും. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരുകൾ പിരിച്ചെടുത്ത തുക തിരിച്ചു നൽകേണ്ടെന്നും ഈ ബില്ലിലുണ്ട്. ലിഥിയം, ഗ്രാഫൈറ്റ്, നിക്കൽ, കോംബോൾട്ട്, സ്വർണം, വെള്ളി തുടങ്ങിയ നിർണായക ധാതുക്കളുടെ ഖനനത്തിന് വേണ്ടി പ്രത്യേക ഇൻസെന്റീവുകൾ, ഒന്നിലധികം ധാതുക്കളുടെ ഖനനത്തിന് ഒറ്റ ഖനനപ്പാട്ടം, സ്വന്തം ഖനന ഭൂമിയിൽ നിന്നും ഉടമയുടെ ആവശ്യാനുസരണം ഖനനം നടത്തുന്നതിനുള്ള പരിധി ഒഴിവാക്കൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടാതെ ദേശീയ ധാതു പര്യവേഷണ ട്രസ്റ്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനൊപ്പം ഓൺലൈൻ വ്യാപാരത്തിനായി ധാതുക്കളുടെ നിയന്ത്രിത പരസ്പര കൈമാറ്റവും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാനുമുള്ള പരിഷ്കാരങ്ങളും ഈ ബില്ലിലുണ്ട്. ഖനനം സ്വകാര്യ കമ്പനികൾ കൈയടക്കാനാവും വിധം ഇളവുകളും അധികാരങ്ങളും നൽകുന്ന ബില്ല് ഖനനം നടത്തുന്ന കമ്പനികളെ സഹായിക്കുന്നതിനാകും കാരണമാവുക എന്ന വിമർശനം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള കുറുക്കുവഴിയാണ് ഈ ഭേദഗതി എന്ന് NK പ്രേമചന്ദ്രൻ MP ലോക്സഭയിൽ പറഞ്ഞു. ഫെഡറൽ വ്യവസ്ഥിതിക്കെതിരായ കനത്ത വെല്ലുവിളിയാണിതെന്നും ധാതുക്കളുടെ കലവറയായ കേരളത്തിലെ ചവറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കേന്ദ്രത്തിന്റെ അധികാരം സ്ഥാപിക്കാൻ ഈ നിയമം വഴിയൊരുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതുകൊണ്ട് തന്നെ NK പ്രേമചന്ദ്രന് കൂടുതൽ സംസാരിക്കാൻ അധ്യക്ഷ കസേര ഉണ്ടായിരുന്ന സന്ധ്യ റായ് അനുമതി നൽകിയിരുന്നില്ല. ഖനന രംഗത്ത് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കാനാണ് എന്ന് വിശദീകരിക്കുന്ന ബില്ല് ഖനന രംഗത്തെ ഭീമന്മാരെ കൂടുതൽ സഹായിക്കാനാണെന്ന കാര്യം വ്യക്തമാണ്. കുത്തകകൾക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാക്കാത്ത വിധം സ്വതന്ത്രമായി ഖനനം തുടരാനുള്ള വഴിയാണ് ഈ പുതിയ ബില്ല് തുറന്നു നൽകുക. അതോടൊപ്പം തന്നെ ധാതു വിഭവങ്ങളുള്ള ഭൂമിയിലും നികുതികളിലും കേന്ദ്ര സർക്കാരിന്റെ അധികാരം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ധാതുക്കൾക്കും ധാതു സമ്പുഷ്ടമായ ഭൂമിക്കും സ്വതന്ത്രമായി നികുതി ചുമത്താനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം സുപ്രീം കോടതി ശരിവച്ചതിന് 2 വർഷത്തിലേറെ കഴിഞ്ഞാണ് ഈ ഭേദഗതി എന്നതും ശ്രദ്ധേയമാണ്. ധാതുക്കൾക്ക് കേന്ദ്ര സർക്കാരിന് നൽകുന്ന റോയൽറ്റി നികുതി അല്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അന്നത്തെ സുപ്രീം കോടതി വിധി. ഖനന കമ്പനികൾ നൽകുന്ന റോയൽറ്റി അതൊരു നികുതിയല്ല, മറിച്ച് ഖനനാവകാശത്തിനായി നൽകുന്ന വാടകയോ പ്രതിഫലമോ മാത്രമാണ്. ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റ് പ്രകാരം
ധാതുക്കൾക്കും ധാതു സമ്പുഷ്ടമായ ഭൂമിക്കുമേൽ സ്വതന്ത്രമായി നികുതി ചുമത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും കോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു. 1957 കേന്ദ്ര ഖനന നിയമപ്രകാരം സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ നികുതി അധികാരം കവർന്നെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ഈ വിധി കേരളം ഉൾപ്പെടെയുള്ള ധാതു സമ്പന്നമായ സംസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾക്കുമേൽ കൂടുതൽ നിയന്ത്രണം ലഭിക്കാനും ഖനന മേഖലയിൽ നിന്നും അർഹമായ അധിക വരുമാനം കണ്ടെത്താനും വലിയ ഊർജ്ജമാണ് നൽകിയത്. ഈ വിധിയിലൂടെ ഇതിന്റെ പിൻബലത്തിലാണ് സംസ്ഥാന സർക്കാരുകൾ ഖനന മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികളിലും നികുതി നയങ്ങളിലും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഇടപെട്ടത്. രാജ്യത്തെ ഫെഡറൽ വ്യവസ്ഥിതിക്കെതിരെ ഉയർത്തുന്ന കനത്ത വെല്ലുവിളിയായാണ് മൈൻസ് ആൻഡ് മിനറൽസ് ഭേദഗതി ബില്ലെന്ന് സഭയിൽ NK പ്രേമചന്ദ്രൻ MP ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരിന്റെ അധികാരം കവർന്നെടുക്കാനും ധാതുക്കൾ അടങ്ങിയ ഭൂമിയിൽ കേന്ദ്രത്തിന്റെ അധികാരം ഉറപ്പിക്കാനും നിയമ ഭേദഗതിക്ക് സാധിക്കും. ഖനികളെ സംബന്ധിച്ച് കേന്ദ്രത്തിനുള്ള നിയമനിർമ്മാണ അധികാരം ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ പൂർണ്ണമായ നിയമനിർമ്മാണ അധികാരമുള്ള ഭൂമിയിന്മേൽ കേന്ദ്രത്തിന് തീരുമാനമെടുക്കാൻ അധികാരപ്പെടുത്തുന്ന ഈ ഭേദഗതി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും MP പറഞ്ഞു. 9 സുപ്രീം കോടതി വിധി പോലും മാനിക്കാതെയും സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിക്കാതെയുമാണ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കി ഈ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നീണ്ടകര മുതൽ തൃക്കുന്നപ്പുഴ വരെയുള്ള തീരദേശമാണ് രാജ്യത്തെ കരിമണൽ നിക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. മോണോസൈറ്റ് അടങ്ങിയ മണൽ ഖനനം ചെയ്യാനും സംസ്കരിക്കാനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL-നും കേരള സർക്കാരിന്റെ KMML-നും മാത്രമാണ് നിയമപരമായ അവകാശമുള്ളത്. അപൂർവ ധാതുക്കളുടെ ഖനനം, സംസ്കരണം, ഗവേഷണം, നിർമ്മാണം ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഡെഡിക്കേറ്റഡ് റയർ എർത്ത് ഇടനാഴി പദ്ധതിയിൽ കേരളവും ഉൾപ്പെട്ടിരുന്നു. കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമായ ഈ പദ്ധതി നടപ്പാക്കുന്നത് കോൾ ഇന്ത്യ ലിമിറ്റഡ്, KMML, കെൽട്രോൺ, ടൈറ്റാനിയം, NFDTC എന്നിവരടങ്ങുന്ന ഒരു കൺസോർഷ്യമാണ്. VD സതീശൻ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റിൽ സതേൺ ഇക്കോണമി കോറിഡോർ വഴി സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു. ആണവോർജ്ജ ഉൽപാദനത്തിനും പ്രതിരോധ മേഖലയ്ക്കും അത്യന്താപേക്ഷിതമായ തോറിയം അടങ്ങിയ മോണോസൈറ്റ് മണൽ ഖനന മേഖലയിലേക്ക് അദാനി ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്ക് സുഗമമായ പാതയൊരുക്കാനുള്ള വഴിയായാണ് ഭേദഗതിയിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കനത്ത പ്രഹരമായാണ് പുതിയ ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ വിലയിരുത്തപ്പെടുന്നത്. സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് നൽകിയ ഭരണഘടനാപരമായ സംരക്ഷണം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരങ്ങൾ പൂർണ്ണമായും കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന ഈ നീക്കം കേരളത്തിന് സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ ഒട്ടും ചെറുതല്ല. നീണ്ടകര മുതൽ തൃക്കുന്നപ്പുഴ വരെയുള്ള തീരമേഖലയിലെ അമൂല്യമായ ധാതു സമ്പത്ത് ഇനി സ്വകാര്യ കുത്തകകളുടെ കൈകളിൽ ഒതുങ്ങുമോ എന്ന ആശങ്ക യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. രാജ്യസുരക്ഷയ്ക്ക് വരെ പ്രാധാന്യമുള്ള ഇത്തരം അപൂർവ ധാതുക്കളുടെ സ്വകാര്യവൽക്കരണ നടപടികൾ വരും നാളുകളിൽ വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കുമെന്ന കാര്യവും ഉറപ്പാണ്. സ്പോട്ട്ലൈറ്റിൽ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വമ്പനോണം കൊമ്പൻ ഓഫർ.